إن الحمد لله حمدا طيبا كثيرا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وصحابه الفائزين برضا الله أما بعد. സ്നേഹധന്യരായ സഹോദരങ്ങളെ സഹോദരികളെ, പരിശുദ്ധ റമദാനിൻ്റെ 1/3 പിന്നിട്ട് രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. കഴിഞ്ഞ റമദാനിൻ്റെ ദിനങ്ങൾ അത്രയും നോമ്പെടുക്കാനും ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അനുഗ്രഹം നൽകിയതിന് അള്ളാഹുവിനെ സ്തുതിക്കുക നാം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സർവ കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കിന്ന് ജീവിതത്തിൽ ഒരാളെ കണക്ട് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമുള്ള മാർഗങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. പണ്ടായിരുന്നെങ്കിൽ മറ്റൊരാളുമായി കണക്ട് ചെയ്യാൻ ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് ഒരു നിമിഷാർദ്ധം കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുമായി കൊണ്ട് കണക്റ്റ് ആവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഏത് കാലത്തായിരുന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റബ്ബുമായി കണക്റ്റഡ് ആവാൻ അവൻ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എവിടെ നിന്നുകൊണ്ടും വളരെ പെട്ടെന്ന് ഇമവെട്ടുന്ന സമയം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇസ്ലാം മുമ്പിൽ വെക്കുന്ന പ്രത്യയശാസ്ത്രം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അല്ലാഹു അവൻ്റെ കൂടെയാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ഖുർആൻ പറഞ്ഞത്, ഞാൻ സമീപസ്ഥനാണ്. മറ്റിടത്ത് പറഞ്ഞപ്പോൾ നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ജീവനാഡിയേക്കാൾ അവൻ്റെ സമീപസ്ഥമാണ് നാം ഉള്ളതെന്ന് റബ്ബ് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തും പറയാനും എന്താഗ്രഹങ്ങളും ചോദിക്കാനും എന്ത് പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുമൊക്കെ എപ്പോഴും അവലംബിക്കാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വല്ലാത്ത ആശ്വാസമാണ്, ഒരു ധൈര്യമാണ്, ഒരു പ്രതീക്ഷയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായി ഏറ്റവും അധികം കണക്റ്റഡ് ആവുന്നത്, ഏറ്റവും അധികം ആ റബ്ബിൻ്റെ സമീപസ്ഥമാവുന്നത്, ഏറ്റവും അധികം അള്ളാഹുവുമായി നിങ്ങൾ അടുത്ത് നിൽക്കുന്നത് നിങ്ങൾ ആ റബ്ബിൻ്റെ മുൻപിൽ സുജൂദിൽ വീണ് കിടക്കുമ്പോഴാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അഖറബു മാ കാനൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, അവൻ സാജിദിലാകും, സുജൂദുകാരനാകുമ്പോഴാണ്, സുജൂദിലായിരിക്കുമ്പോഴാണ് തൻ്റെ റബ്ബുമായി കൊണ്ടവൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം?
നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് എന്തിനും പറ്റുന്ന ഒരാള് നമ്മുടെ ഏറ്റവും അടുത്ത് വന്നെത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ചോദിക്കുകയാണ്. അത് ആഗ്രഹങ്ങളാവാം, അഭിലാഷങ്ങളാവാം, നമ്മുടെ സങ്കടങ്ങളാവാം, പ്രയാസങ്ങളാവാം. അത് പറയാന്നുള്ളതാണ്. റസൂൽ പറഞ്ഞു ഫഅക്തിറു ഫീഹി ദുആ. അതുകൊണ്ട് ആ റബ്ബുമായി നിങ്ങൾ ഏറ്റവും അടുത്ത് വരുന്നതായ ആ സുജൂദിൽ നിങ്ങൾ ഏറ്റവും അധികം പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. പരമാവധി റബ്ബിനോട് അർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടതൊക്കെ ചോദിക്കുകയാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഏറ്റവും അധികം അള്ളാഹുവുമായി കൊണ്ട് നമ്മൾ അടുത്ത് നിൽക്കുന്നത് സുദർശനം പഠിപ്പിച്ചു. വസ്സലാത്തു മുനാജാത്തുൽ റബ്ബിഹി. നിസ്കാരം റബ്ബുമായി കൊണ്ടുള്ള ഒരു കോൺവെർസേഷനാണ്, ഒരു അഭിമുഖ സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ അള്ളാഹുമായി കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് വഹുവ സാജിദ്, സുജൂദിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും അധികം പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ഈ സുജൂദ് റബ്ബിന്റെ മുൻപിൽ അവന്റെ അടിമകൾ നിർവഹിക്കുന്ന താഴ്മയുടെയും വിനയത്തിൻ്റെയും അങ്ങേ അറ്റത്തെ കാണിക്കുന്നതാണ്. കാരണം സാധാരണ നിലയിൽ നമ്മൾ ആരെ മുമ്പിലും തലകുനിക്കൂല. ഒരു അഭിമാന ബോധം, ദീനും വിശ്വാസമൊക്കെ അവിടെ നിൽക്കട്ടെ, അത്യാവശ്യം ഒരു അഭിമാന ബോധമുള്ള, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു ആണത്തുള്ള ഒരാള് വേറൊരാളെ മുമ്പിൽ പോയി കണ്ട് തല കുനിച്ച് നിൽക്കൂല, അല്ലെ? തല കുനിയൂല. അത് ഉയർത്തിപ്പിടിക്കാനാണ് ഓരോ മനുഷ്യനും ശ്രദ്ധിക്കുക. ഇസ്ലാം വളരെ കൃത്യമായി നിഷ്കർഷിച്ചത് അള്ളാഹുവിന്റെ മുൻപേ അല്ലാതെ ഒരാളുടെ മുൻപിലും ഒരു വിശ്വാസി തല കുനിക്കൂല. കാരണം അവൻ അള്ളാഹനല്ലാത്ത ഒരാളെയും പേടിയുണ്ടാവില്ല, പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ സമയം വിശദീകരണത്തിന് യോജിച്ചതല്ല, എങ്കിലും സാന്ദർഭികവശാൽ സൂചിപ്പിക്കുക മാത്രമാണ്. മക്കയിലുള്ള ആലംബമറ്റ് അവിടെ നിന്നുള്ള കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അഭയാർത്ഥികളായി കടൽ കടന്ന് മറ്റൊരു രാജ്യത്തെത്തിയിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ. എത്യോപ്യയിൽ ആദ്യത്തെ ഹിജറ. അവിടെ മുസ്ലിമീങ്ങളെ കുറിച്ച് ഒന്നും പറയാനായിട്ട് അവിടെ പോയിട്ട് ശത്രുക്കൾ ഏഷണി കൂട്ടിക്കൊടുത്തിട്ടുള്ളതാണ് അവരെ അഹങ്കാരികളാണ് എന്നുള്ളത്. രാജസദസ്സിലേക്ക് നേഗസ് രാജാവ് കടന്നു വരുമ്പോൾ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തലകുനിച്ച് വണങ്ങുക, മുസ്ലിങ്ങൾ മാത്രം തലയുയർത്തി പിടിച്ച് നിൽക്കുക. കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി അബൂ സുഫിയാൻ, അന്ന് മുസ്ലിം ആയിട്ടില്ല, ശത്രുവാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, കണ്ടോ രാജൻ, അവർ നിൽക്കുന്നത് അഹങ്കാരികളാണവർ, ആരെയും വകവെക്കാത്തവർ. ഈ രാജ്യത്ത് അഭയാർത്ഥികളായി അഭയം തേടി സഹായം തേടി ആരോരുമില്ലാത്ത ആളുകളായി വന്നിട്ടും അവർ അഹങ്കാരത്തിലൊരു കുറവുമില്ല. രാജാവിന്റെ മുൻപിൽ ഇവിടെ പ്രധാനമന്ത്രി സർവ്വ സൈന്യാധിപന്മാരടക്കം തലകുനിച്ച് നിൽക്കുമ്പോഴും എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന ഈ റെഫ്യൂജികള് തലകുനിക്കണില്ല, അങ്ങയെ വണങ്ങുന്നില്ല, അല്ലെ? ചോദിച്ചു അവരോട് രാജാവ്. ജാഫർ അള്ളാഹു വളരെ ചങ്കുറ്റത്തോടു കൂടി അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹു അല്ലാത്ത അവന്റെ ഒരടിമക്ക് മുൻപിലും തലകുനിക്കില്ലെന്നാണ് ഞങ്ങളുടെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ചങ്കൂറ്റാണ് ഓരോ മുസ്ലിമിനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുസ്ലിം തലകുനിച്ച് വണങ്ങുന്നത് അള്ളാഹുവിന്റെ മുൻപിൽ മാത്രം. അവന്റെ സർവ്വതും ആ റബ്ബിന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണത്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാ, സർവ്വതും സമർപ്പിച്ചവെന്ന. അതിന്റെ കൃത്യമായൊരു പ്രതീകമാണ് സുജൂദ്. അവൻ സർവ്വതും സാഷ്ടാംഗം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അത് മനുഷ്യന്മാർ മാത്രം ചെയ്യണതല്ല, അള്ളാഹു സൃഷ്ടിച്ച അവന്റെ സകല ചരാചരങ്ങളും സുജൂദ് ചെയ്യണവരാ. എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്. ഖുർആൻ തന്നെ അത് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്
വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനന്നാസ്. അലം തറ, നോക്കി കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും സർവ്വതും അല്ലാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. നമ്മൾ വിചാരിക്കും ആകാശത്ത് മലക്കുകളും ഭൂമിയിൽ മനുഷ്യന്മാരും അല്ലേ എന്ന് തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് ഖുർആൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആകാശത്തെന്ന് പറയുന്നതിൽ ഭൂമിയിലെന്ന് പറയുന്നതിൽ ആരൊക്കെയുണ്ട്? വശംസ്, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വൽ ഖമർ, ചന്ദ്രൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വന്നുജൂം, നക്ഷത്രങ്ങൾ കോടാനുകോടി എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത മനുഷ്യൻ കണ്ടുപിടിച്ച ഡിജിറ്റുകൾ മുഴുവനും ഇട്ടുകഴിഞ്ഞാലും, എത്ര സീറോകൾ ഇട്ട് കഴിഞ്ഞാലും തീരാത്തത്ര നക്ഷത്ര കോടികളുള്ള ആകാശലോകത്തെ മുഴുവൻ നക്ഷത്രങ്ങളും അല്ലാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നു. വൽജിബാൽ, പർവ്വതങ്ങളും പാറക്കെട്ടുകളും ഭൂമിയിലുള്ള സകലമാന മണൽത്തരികളും വരെ റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വശജർ, മരങ്ങളും ചെടികളും പുൽക്കൊടികളും മുതലുള്ള പച്ചപ്പുള്ള മുഴുവനും അവന്റെ മുൻപിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. വദ്ദവാബ്, ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ജീവിക്കുന്ന ജീവനുള്ള ചലിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും അവന്റെ മുൻപിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വകസീറും മിനന്നാസ്, കുറച്ചധികം മനുഷ്യന്മാരും. ബാക്കിയുള്ളതൊക്കെ 100%, ആരും ഒഴിവില്ല അല്ലേ. ആകാശലോകത്തുള്ളതൊക്കെ പറഞ്ഞു. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളെപ്പോഴും പറയുന്ന സൂര്യനെയും ചന്ദ്രനെയും എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഭൂമിയിലുള്ള സകലതും, ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ അല്ലേ, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്. പോയിക്കുമേ എങ്ങനെ ഇപ്പം ഈ മൈക്ക് ഇപ്പം എങ്ങനെ സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കണ ചെയർ, ഈ പോഡിയം അല്ലേ, ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിന് സുജൂദ് ചെയ്യുക? അത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതൊരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമായിരിക്കും എന്നൊക്കെ ആവും ചിലപ്പോൾ നമ്മളെ മനസ്സിൽ പിന്നെ നമുക്ക് പറയാനുണ്ടാവുക അല്ലേ. പക്ഷെ ഖുർആൻ പറയുന്നത് അവയ്ക്ക് പടച്ച തമ്പുരാൻ കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ളത്. സൂറത്തുർ റഅദിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹാ, തൗഅൻ വകർഹാ, സകലമാന ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും അല്ലാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. തൗഅൻ, വിധേയത്വത്തോടു കൂടി അല്ലേ, ഇടങ്ങേറായി കണ്ടല്ല, എങ്ങനെയെങ്കിലും നിസ്കാരം അല്ലേ അങ്ങോട്ട് മുഴുവനാക്കണം എന്നുള്ള നിലക്കുള്ള സുജൂദല്ല, മറിച്ച് ഏറെ വിധേയത്വത്തോടുകൂടി. വക്കറഹൻ, നോ അതർ ഓപ്ഷൻ, കമ്പൽസറി ആയിട്ട് നിർബന്ധ. കർഹൻ, സുജൂദ് ചെയ്യല്ലാത്തൊരു ഓപ്ഷൻ അവരെ മുൻപിലില്ല. അവരെ ജനിതക കോഡുകൾ അങ്ങനെ അറബ് കൊടുത്തിട്ടുള്ളത്. മനുഷ്യന്മാരെ പോലെ ചോയ്സ് ഇല്ല. സുജൂദ് ചെയ്യാതിരിക്കുക, ആ ചോയ്സ് ഇല്ല. പിന്നെ കർഹൻ, കമ്പൽസറിയാ, നിർബന്ധമാണ്. നിർബന്ധിതമായും വിധേയത്വത്തോടുകൂടിയും പടച്ചതമ്പുരാന്റെ മുമ്പിൽ അവർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വസ്തുക്കൾ മാത്രമല്ല, ആ വസ്തുക്കളുടെ നിഴലുകൾ വരെ നമ്മൾ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ നിഴല് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ്. അവ സർവ്വതിന്റെയും നിഴലുകൾ വരെ അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽ അദൂബി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, ഒരു നേരല്ല, രാവിലെയും വൈകുന്നേരവുമായി ആ നിഴലുകൾ വരെ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന. മനുഷ്യന്മാര് മാത്രമല്ല ഈ ഭൂമിയിൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ജീവനില്ലതും ഇല്ലാത്തതുമായ മുഴുവൻ പ്രപഞ്ചത്തിലെ സൃഷ്ടികളും, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത,
മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മറ്റ് മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവക്കൊക്കെ അത് കൃത്യമായിക്കൊണ്ട് എങ്ങനെയാണ് പോലൊക്കെ സുജൂദ് ചെയ്യുക. നമ്മളിപ്പോൾ മദ്രസയിലൊക്കെ പോയി എങ്ങനെ സുജൂദ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ ബുക്ക് വായിച്ച് പഠിച്ച്, അല്ലെങ്കിൽ വാപ്പയും പഠിപ്പിച്ചെന്ന് അങ്ങനെ സുജൂദ് ചെയ്യണില്ലേ. ഇതെങ്കിൽ എങ്ങനെ സുജൂദ് ചെയ്യാം? ഇവർക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വത്വയ്റു സാഫാത്ത്. ആകാശത്ത് പറന്നു നടക്കുന്ന പറവകൾ മുതൽ ആകാശഭൂമികളിലുള്ള സകലമാന ജീവജാലങ്ങളും റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാ. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തുഹു വതസ്ബീഹു. ഓരോന്നിനും അറിയാം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ, സുജൂദ് നിസ്കാരത്തിലേ ഉള്ളൂ. നിസ്കാരമില്ലാത്തൊരു സുജൂദ് ഇല്ല എന്നുള്ളതല്ല. നിസ്കാരത്തിലാണ് സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സാധനങ്ങൾ ഈ സൃഷ്ടികളെല്ലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തുഹു വതസ്ബീഹു. ഓരോരുത്തർക്കും അറിയാം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നും എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടതെന്നും ഈ മുഴുവൻ സൃഷ്ടികൾക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓലെല്ലാവരും സുജൂദ് ചെയ്യുന്നതാണ് എന്ന നിർബന്ധിതമായി അവർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ കസീറുൻ മിനന്നാസ്, മനുഷ്യന്മാരിൽ നിന്ന് മാത്രം കുറച്ച് ആൾക്കാർ, കസീറുൻ ഹഖ്ക അലൈഹിൽ അദാബ്, കുറച്ച് ആൾക്കാർക്ക് സുജൂദ് ചെയ്യാത്തതുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷ ഉറപ്പായിട്ടും ലഭിക്കുന്നവരായ ആളുകളുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ നമ്മളെ പരീക്ഷിക്കാനാണ്. നമ്മൾ അധികരിപ്പിക്കുമോ കുറക്കോ കൂട്ടോ എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുകയാണ് അള്ളാഹു. അല്ലേ, പരമാവധി സുജൂദുകൾ അധികരിപ്പിക്കാൻ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താം. അല്ലേ, എങ്കിൽ ആ സുജൂദുകൾ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ, ഒരിക്കൽ റബീഅ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പ്രവാചകന് രാത്രി വുളു എടുക്കാൻ വേണ്ടിയിട്ട് ശൗചം ചെയ്യാനൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുപോയി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, റബീഅ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചോ, ഞാൻ തരാം. റസൂൽ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചോദിക്കും എന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ റബീഅ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റസൂലേ, എനിക്ക് സ്വർഗം വേണമെന്നല്ല, എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയണം. റസൂൽ പറഞ്ഞു, ഗൈറദാക്, റബീഅ വേറെന്തെങ്കിലുമൊക്കെ ചോദിക്ക്. അല്ലേ, അപ്പോൾ റബീഅ പറഞ്ഞു, ദാക് യാ റസൂലല്ലാഹ്, റസൂൽ എനിക്ക് അതല്ലാത്തതൊന്നും വേണ്ട, എനിക്ക് അത് മതി. അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ, അതാണ് എനിക്ക് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, റബീഅ അങ്ങനെയാണെങ്കിൽ അഇന്നി അലാ നഫ്സിക ബികത്റത്തി സുജൂദ്, എൻ്റെ കൂടെ സ്വർഗത്തിലാവണമെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ, സ്വർഗത്തിന്റെ ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയാൻ പോകുന്നത്, പ്രവാചകന് നൽകപ്പെടാൻ പോകുന്നത്. ആ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം റബീഅ നിനക്ക് ലഭിക്കണമെങ്കിൽ എനിക്കതെടുത്ത് തന്നുകൊണ്ട് നിനക്ക് തരാൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലേ, ഒരു മൂലക്ക് അങ്ങനെ ഇരുന്നിട്ട് സ്വർഗത്തേക്ക് ടിക്കറ്റ് ഇങ്ങനെ മുറിച്ചു കൊടുക്കുക, സ്വപ്നം കണ്ട സ്വപ്നജീവികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എനിക്കതിന് കഴിയില്ല. മറിച്ച് എന്ത് വേണം? റബീഅ നീ എന്നെ സഹായിക്കണം, അലാ നഫ്സിക ബികത്റത്തി സുജൂദ്, ഒരുപാട് സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട്, സുജൂദുകൾ ഒരുപാട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ വഴിയിൽ നീ എന്നെ സഹായിക്കണം റബീഅ, എങ്കിലേ അത് നടക്കൂ. പന്ത് റബീഅന്റെ കോർട്ട് കിട്ടെടുത്തു റസൂൽ അല്ലേ. എന്താ, ഈ കുറെ സുജൂദ് അധികരിപ്പിച്ച് ആ നിലക്ക് ജീവിതം ക്രമീകരിച്ചാൽ സ്വർഗത്ത് പോകാം. അല്ലാതെ സ്വർഗം അങ്ങനെ വേണ്ട ആൾക്കാർക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുന്ന ആളാണ് അല്ലേ.
സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനം സ്വർഗത്തിൻ്റെ വസത്തുൽ ജന്നയാണ്, സ്വർഗത്തിൻ്റെ മിഡിലാണ് അതിൻ്റെ ഏറ്റവും പ്രൈം പ്രിവിലേജിലായിട്ടുള്ള സ്വർഗത്തിലെ സ്ഥലം. അത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ നേരെ താഴെയുള്ള സ്ഥലമായിരിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം. അവിടെയാണ് അള്ളാഹിൻ്റെ റസൂല് സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നത്. അവിടെ കിടക്കാനാണ് റബിയ ചോദിച്ചത്. അതിന് അള്ളാഹിൻ്റെ റസൂല് കൊടുത്ത മറുപടിയിൽ അത് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന വഴി കൂടി പറഞ്ഞു കൊടുത്തോണ്ടാ. എന്താ? സുജൂദുകൾ അധികരിപ്പിക്കുക. അള്ളാഹുവുമായി നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുജൂദ് അധികരിപ്പിച്ചാൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്ത് നിങ്ങൾക്കും എത്താം എന്ന പാഠമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയിട്ടുള്ളത്. പരിശുദ്ധ റമളാൻ അതിനൊരു തുടക്കമാവട്ടെ. ഒരുപാട് സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിലുള്ള സുജൂദുകൾ അധികരിപ്പിക്കുവാനും ദീർഘിപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.